താങ്കളെ വലിയൊരു ബിൽഡപ്പ് കൊടുത്ത് ഞാൻ നിർത്തിയേക്കുമായിരുന്നു. താൻ വലിയ പ്രേമിച്ച് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അളിയാ മിഥുനെ, നീ എന്നെ തള്ളി തള്ളി താഴെ ഇടരുത്. ഇല്ലില്ല, താങ്കളുടെ ഇല്ല, കഥകൾ കേൾക്കാനും പാട്ട് കേൾക്കാനും ഒരുപാട് ആൾക്കാർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പറയളിയാ അളിയന്റെ പ്രണയം പ്രേമം. പ്രണയം ഇപ്പൊ ഞാനും നീയും നമ്മളെല്ലാവരും പ്രണയിച്ച ആൾക്കാർ തന്നെയാണ്. പിന്നെ പക്ഷെ തീർച്ചയായിട്ടും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോണ്ടല്ലോ, നടന്ന സംഭവമാണ് ഇത്. ഞാൻ അധികാരോടൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ആദ്യം ലവ് ലെറ്റർ കൊടുത്ത ഒരു സംഭവം. അപ്പോൾ 2-ലോ 3-ലോ പഠിക്കുന്ന സമയമായിരിക്കണം. ക്ലാസ്സിൽ നല്ല സുന്ദരി കുട്ടി ഒരു കൊച്ചാ, ഒരു പൂച്ചക്കണ്ണൊക്കെ ഉം. അതിന്റെ പുറകെ നടക്കാത്ത ആരുമില്ല. എല്ലാവരും ലവ് ലെറ്റർ വെറുതെ അങ്ങോട്ട് വെറുതെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. അത് സന്തോഷത്തോടെ മേടിക്കുകയും ചെയ്യും. അല്ല, ഈ അപ്പൊ 2ാം ക്ലാസ് ഞാൻ താൻ എന്നതാ എഴുതിയത്? അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇനി വന്നേ ഉള്ളൂ. എഴുതിയ ഓക്കെ, സംഭവമാണ് ഈ പറയാൻ പോണേ. എന്നാ കേക്കട്ടെ. എല്ലാരും കൊടുക്കുന്നു, ആ കൊച്ചു ചിരിച്ചോണ്ട് മേടിക്കുന്നു. അപ്പൊ പിന്നെ ഞാനും കൊടുത്തെന്താ, ഞാൻ നല്ല അടിപൊളി ഒരു മറ്റേ ബുക്കിനകത്ത് ഒരു പേപ്പറൊക്കെ വലിച്ചു കീറി ആ, നല്ല സൂപ്പറായിട്ട് ഐ ലവ് യു എന്നൊക്കെ എഴുതി കൊണ്ടുപോയി കൊടുത്തു. ആ, ഈ കൊച്ചത് മേടിച്ചോണ്ട് പോയി സെയിം സ്പീഡിൽ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. കരഞ്ഞു എന്നോട് പിഴിഞ്ഞോ? പറഞ്ഞ സംഭവം ലവിന്റെ സ്പെല്ലിംഗ് തെറ്റാണെന്ന്. ഓ നശിപ്പിച്ചു. ഫസ്റ്റ് അടി അവിടെ ഫസ്റ്റ് അടി കിട്ടി. അവിടെ. ഫസ്റ്റ് അടി അവിടെ കിട്ടി. പിന്നെ തുരുതുരാ അടി. പിന്നെ എനിക്ക് അല്ല, വാശിയായിരുന്നു. പിന്നെ ഈ ഫോണൊക്കെ വളരുന്ന കാലഘട്ടത്തിൽ വിളിച്ച് പറയാൻ മേലായിരുന്നു, ഞാൻ ലവിന്റെ സ്പെല്ലിംഗ് പഠിച്ചു. വിളിച്ച് അതിന് വിളിക്കണ്ടായിരുന്നു. എവിടെ നമ്പർ, അന്ന് എവിടെ നമ്പർ, എവിടെ ഫോണ്, ഇവിടെ അന്ന് നാട് 2-ലും 3-ലും വിട്ടില്ലേ, പഠിക്കല്ലേ. ഓടിച്ചു, അത് നാട്ടിൽ നിന്ന് ഓടിച്ചു. അപ്പൊ അതൊരു നഷ്ടപ്രണയമായിപ്പോയി അല്ലേ? അത് ആദ്യമായിട്ട് കൊടുത്ത ലവ് ലെറ്റർ അതെന്റെ ഓർമ്മയിൽ ഉണ്ട്. ആ സംഭവം അങ്ങനെ. പാടാൻ പോകുന്ന പാട്ടും ഏകദേശം ഒരു പ്രണയ ഗാനം ആയിരിക്കുമല്ലോ അല്ലേ? ഏത് പാട്ടാ പാടുന്നേ? ഞാൻ പാടാൻ പോണതെന്ന് വെച്ചാൽ ഒരു തമിഴ് പാട്ടാണ്. ഞാൻ കേട്ടത് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഒരു മലയാളിയാണ്, ഡിബു നയനാൻ തോമസ്. പഴയ കാലങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പഴയ പ്രണയത്തിലേക്കൊക്കെ അതെ നമ്മൾ അതെ. അടുപ്പിക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്കത് തോന്നിയത്. അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് അത് കിട്ടിയത്. അപ്പൊ അപ്പം ഞാൻ അതൊന്ന് പാടി നോക്കാം എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഫ്രാൻസൻ ഒരു 2.5 അതെ. കട്ടക്ക് പിടിച്ചു തരും. ഫ്രാൻസ, നീ കവിതകളാ കനവുകളാ കയൽ വഴിയേ നികழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உறைவாடும் வேளை தண்ணீர் கமலம் தானா முகம் காற்று நீ முழுவൻ പനി ഓടാതെ നീ ഏയില്ലയേ ഇഴന്തോരമായി சிறு புன்னகை நீ காற்றடி ஏமுல்லையே. மழையோடு நனையும் புது பாதல் நீதான் அழகான திமிரை அடியே அடியே காற்றோடு பறையும் உன் வாசம் தினமும் புது போதை தனையே சிலையே அழகே. நீ കവിതകളാ കനവുകളാ കയൽ വഴിയേ നികழ்வதுவா கடந்ததுவா பதில் மொழியே. അളിയ അരുമ്പായി, ആ പാട്ട് പൊളിച്ചു, ഒന്നും പറയാനില്ല. പഴയ 2ാം ക്ലാസ്സുകാരി തൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും അല്ലേ? വണ്ടി കയറി പ്രവാസ ലോകത്തൊക്കെ പോയെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും താനത് എവിടെയോ കിടപ്പുണ്ട്. കിടക്കുന്നൊന്നുമില്ല, അതൊക്കെ ഒരു തമാശയല്ലേ. പക്ഷെ രസമല്ലേ? എല്ലാ ആൾക്കാരും ജീവിതത്തിലുണ്ടാവില്ല ഇതുപോലെ ഒരു തമാശകൾ. പിന്നെ തീർച്ചയായിട്ടും. അന്നത്തെ ചെറുപ്പത്തിലെ പറ്റി ആദ്യമായിട്ട് ലവ് ലെറ്റർ കൊടുത്ത ഒരു കഥ അതെനിക്ക് ഓർമ്മയുണ്ട്. അതൊരു സംഭവം. ഇത് എന്തായാലും ഇപ്പൊ നന്നായി. തമാശയാണെങ്കിലും അന്ന് കരഞ്ഞു കാണൂല്ലേ? കരഞ്ഞൊന്നും പ്രേമലേഖനം തിരിച്ചു വന്നപ്പോ ലവിന്റെ സ്പെല്ലിംഗ് പഠിച്ചു. അല്ല, ഇതിരിക്കുമ്പം പാർവതി എന്നെ കുറെ നേരമല്ലേ ചിരിക്കാൻ തുടങ്ങിയിട്ട്? പാർവതിയുടെ പ്രണയം ഓർത്തോ? പ്രണയം
പ്രണയമായിട്ട് അങ്ങനെ സീരിയസ് പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാരെയും പോലെ സീനിയർ ചേട്ടന്മാരെയൊക്കെ നല്ല അസലായിട്ട് വായി നോക്കിയിട്ടൊക്കെ ഉണ്ട്. അത് എല്ലാരും എത്ര പേര് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർവതിയോട്? ഓ കുറച്ചുണ്ട് അത്. ഒരു ലിസ്റ്റ് തന്നെ, ലിസ്റ്റ് എടുക്കണ ആളിയാ. അല്ല, ലിസ്റ്റ് മൊത്തം പറയണ്ട, തിരിച്ച് വീട്ടിൽ കയറണ്ട. അതെ 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 നമുക്കത് വിടാം. എന്നാ കേക്കട്ടെ പാർവതിയുടെ ആ ഒരു പ്രണയത്തിന്റെ കഥ. കഥയായിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് പാടിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. എല്ലാവരും പാടും. ആര് പാടിയാലും അവരുടെ ഉള്ളിലെ പ്രണയം എന്താ പുറത്തോട്ട് വരുന്ന ഒരു ഗാനം. പക്ഷെ പാട്ടവിടെ നിൽക്കട്ടെ, ഞാൻ പാട്ടിനെ പറ്റി അല്ല ചോദിച്ചത്. പ്രേമം അത് പറ. പ്രേമല്ല, സീരിയസ് റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു വൈകുന്നേരങ്ങളെ സമയത്ത് രാത്രിയൊക്കെ അവർ എന്നെ കൊണ്ട് സ്ഥിരം പാടിക്കുന്ന ഒരു പാട്ടുണ്ട്. അതായത് അവർക്ക് അയവറക്കാൻ വേണ്ടിട്ട് പാർവതി അതെ പാടും. അതെ 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 അതായത് ക്ലാസ്മേറ്റ്സിലെ മുരളിയായിരുന്നോ? ഒരു പരിധി വരെ ഗിറ്റാർ ഇല്ലെന്നേ ഉള്ളല്ലേ? അതെ. ഇങ്ങനെ പാട്ട് പറയും, ഞാനിരുന്ന് പാടിക്കൊടുക്കും. അപ്പൊ സ്ഥിരം എന്നോട് എപ്പോഴും വന്ന് റിപ്പീറ്റ് ആയിട്ട് പാടാൻ പറയുന്ന ഒരു പാട്ടുണ്ട്. ഏത് പാട്ടാ? നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേമിലെ എത്രയോ ജന്മമായി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഓക്കെ. പാർവതി ചുമ്മാതല്ല, പഴയ കൂട്ടുകാരികൾ പാർവതിയെ കൊണ്ട് ഈ പാട്ട് പഠിപ്പിച്ച് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കേട്ടോ? താങ്ക് യു. അതെ അതെ, വളരെ നല്ലതായിരുന്നു. പക്ഷെ ഇത്രയും നന്നായി പ്രണയഗാനം പാടുന്ന ആള് ഇതുവരെ പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് കേട്ടോ. തിരിച്ച് വീട്ടിൽ പോണം. അല്ല, അളിയൻ എന്നെ അതിനൊരു ചോദ്യമൊക്കെ, അളിയന്റെ പ്രണയം വല്ലതും ഉണ്ടോ? കഥകള്, അത്ഭുതങ്ങളല്ലേ? അത്ഭുത കഥകൾ. നമുക്ക് ഇഷ്ടംപോലെ പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും രസമായിട്ട് എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു കഥയുണ്ട്. ഞാനതിപ്പോൾ ഓർത്താണ്. അപ്പോൾ പണ്ട് ട്യൂഷനൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കണക്കിൻ്റെ ട്യൂഷൻ ഉണ്ടായിരുന്നു. തൊട്ടടുത്താണ്. ട്യൂഷൻ പോകുന്ന വീടിൻ്റെ തൊട്ട് അപ്പുറത്തെ വീട്ടിൽ പുതിയൊരു താമസക്കാർ വന്നു. അപ്പോൾ അതിലൊരു സുന്ദരിയായ പെൺകുട്ടിയുണ്ട്. അറിയാലോ, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം എനിക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ക്രഷുകളാണല്ലോ, അയൽവക്കത്തെ പെൺകുട്ടിയോട് പ്രണയം. അതെ അതെ. അപ്പോൾ അങ്ങനെ നോക്കി, ഞാൻ അങ്ങോട്ട് നോക്കും, അവളിങ്ങോട്ട് നോക്കും, ഇടയ്ക്കൊന്ന് ചിരിക്കും. അപ്പം ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ണുകൊണ്ട് നിങ്ങൾ, അതെ, കണ്ണുകൊണ്ട് നമ്മൾ, അതെ അതെ അതെ. അന്നത്തെ ഒരു ഇത് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് വീഴ്ത്തുക എന്നുള്ളതാണ്. കണ്ണും ഒരു ചിരിയും. ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ ട്യൂഷന് പോയപ്പോൾ അവൾ എന്നെ നോക്കി ചിരിച്ചു, ഞാനും നോക്കി ചിരിച്ചു. ഉറങ്ങി കാണത്തില്ലല്ലോ. അങ്ങനല്ല. അപ്പോൾ അവള് അപ്പം തന്നെ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് പേരെന്ന്. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി.
അപ്പൊ അങ്ങനെ ഞാൻ ഇവളെന്നെ പ്രേമിച്ച് ഇവൾക്ക് എന്നെ ഇഷ്ടമായി എന്നുള്ളൊരു ഫീലിംഗ് അളിയ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് അന്ന് ആ കാലഘട്ടത്തിൽ നിനക്കൊരു പെൺകുട്ടിയുടെ മുന്നിൽ പോയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ പേടിയുണ്ടായിരുന്നോ? അതില്ലല്ലോ, മുന്നിൽ നിൽക്കാൻ അതെ പേടിയുണ്ടായിരുന്നു. പേടിയായിരുന്നു. നമുക്ക് അന്ന് ധൈര്യമില്ലല്ലോ കാരണം ഇതിനൊന്നും. ടീച്ചറിനോട് പറയും, അതെ, അല്ലെങ്കിൽ വീട്ടിൽ ടീച്ചർ, നിന്ന് അച്ഛനെ അതെ, വിളിച്ചോണ്ട് വരും. അതെ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നാട്ടുകാർ കാണും, തൊട്ടടുത്ത് വീട്. വീട്. അപ്പൊ എന്നിട്ടപ്പൊ ഇത് പറഞ്ഞ് ഇവള് എന്താ പേരെന്ന് ചോദിച്ച് ഞാൻ ഫുൾ എക്സൈറ്റ്മെന്റ്. ഞാൻ ഇത് കേട്ട പാടി കേൾക്കാത്ത പാടി സൈക്കിൾ എടുത്തോണ്ട് നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഓടി. ആ കൂട്ടുകാരനോട് അളിയോ എൻ്റെ അവള് പേര് ചോദിച്ചു കേട്ടോ, മറ്റേ പെണ്ണ് എന്നോട് പേര് ചോദിച്ച്. അങ്ങനെ ഭയങ്കര സന്തോഷം അളിയാ. അപ്പൊ വീണോ അളിയാ, വീണടാ, വീണ് ഞാൻ വീണടാ വീണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എന്നിട്ട് നീ എന്ത് പറഞ്ഞെന്ന് കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോഴേ എനിക്കിത് ക്ലിക്കാവുന്ന പേര് പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പെങ്കൊച്ചവിടെ പറയാനായിട്ട്. അതെ അതെ. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചപ്പോ അവള് പേരും കാത്ത് നിൽക്കുകയാണോന്ന് ചോദിച്ചു. ഞാൻ അയ്യോളാന്ന് പറഞ്ഞോണ്ട് സൈക്കിൾ എടുത്തോട്ട് തിരിച്ച് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത് അവിടെ ചെന്നപ്പോ പിന്നെ ആടുമില്ല, ആടിന്റെ കൂടെ ഇല്ല, അറിയാലോ. പിന്നെ അടുത്ത ദിവസം കണ്ട് പ്രേമിച്ച് സക്സസ് ആണ്. പയ്യൻ ആദ്യം തിരിച്ചു കയറി വന്നത്. അപ്പൊ അങ്ങനെ അന്ന് ഈ ഒരു മനസ്സിൽ ബിൽഡപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കേട്ട പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഫാസിൽ ഡയറക്ട് ചെയ്ത MG അണ്ണൻ പാടിയ പാട്ട്. ഒരുപാട് പടം ഉണ്ടല്ലോ. അതെ, അതിലെ ക്ലൂ എന്ന് പറയുന്ന കുഞ്ചാക്കോ ബോബനും ശാലിനിയാണ്. ഇതിനാണ് എത്ര വലിയ ബിൽഡപ്പ്. അതെ, ചേക്കിലെ മയിൽ കുട്ടികൾക്ക് വരെ അറിയാല്ലേ. അപ്പൊ അതിലെ ഒരു രാജമല്ലി എന്ന് പറയുന്ന അന്ന് രാത്രി നീ പാട്ട് പാടിയാണ് മൊത്തം കിടന്ന്. പിന്നെ അത് സക്സസ് ആയ പിന്നെ നമ്മൾ പിന്നെയും കേൾക്കുമല്ലോ പാട്ട്. തീർച്ചയായിട്ടും ഒരു നല്ല പാട്ട്, നല്ല സൂപ്പർ പാട്ട്, ആ കഥയ്ക്കുമായിട്ട് ചേരുന്ന ഒരു പാട്ടാണ്. ഹിറ്റ് പാട്ട്. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ മരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറക്കുടം, അറിയുകില്ല നീയാരും ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരം അരുളി എന്നിലൊരു സുഖം. ഉണർന്നുവോ മുളം തണ്ടിലൊരീണം, ഒഴിഞ്ഞുവോ മണിച്ചുണ്ടിലിന്നൊരു തേൻകണം, ഉണർന്നുവോ മുളം തണ്ടിലൊരീണം, ഒഴിഞ്ഞുവോ മണിച്ചുണ്ടിലിന്നൊരു തേൻകണം, തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എൻ്റെ നൈവേദ്യമാക്കി, കൂടെ വീട് മുല്ലക്കാടെ വീട് ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ലേ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ മരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറക്കുടം, അറിയുകില്ല നീയാരോ ആഹാ. അലി ജഫി, സത്യം പറ, എത്ര പേർക്ക് ഈ പാട്ട് പാടിയിട്ടുണ്ട്? നീ ഇപ്പൊ പറഞ്ഞ കഥയിലെ പെൺകുട്ടിയല്ല, വേറെ? അങ്ങനെയൊന്നുമില്ല, ഒരു ഞാൻ പ്രേമിച്ച 10-20 പേർക്ക് മാത്രം. ഇത്
സ്ഥിരാണല്ലേ പരിപാടി. അതെ. നീ ചുമ്മാ ഇവിടം കൊണ്ട് മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും മാത്രം. ഓ, അങ്ങനെ. ഇത് നീ സ്റ്റോപ്പ് ചെയ്തോ, ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തോ? അതൊക്കെ എപ്പോഴേ പെണ്ണ് കെട്ടിയപ്പോ നിർത്തി. നിർത്തി. ആ, പെണ്ണ് കെട്ടിയപ്പോ നിർത്തി. അല്ല പ്രാഞ്ചി അതിൻ്റെ ഇടയ്ക്ക് 20 എണ്ണമെന്നൊക്കെ. അതെ അതെ. പ്രാഞ്ചി അളിയ നിന്റെ കഥ കേക്കട്ടെ. എൻ്റെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രണയങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്, ചെറുതൊന്നുമല്ല, നല്ല സീരിയസ് ആയിട്ടും സീരിയസ് തമാശയൊക്കെ ആയിട്ടുള്ള പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു പ്രണയം എന്ന് പറഞ്ഞത് ആദ്യത്തെ പ്രണയമാണല്ലോ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സീരിയസ് ആയിട്ട് പോയ ഒരു സമയമായിരുന്നു ആദ്യ പ്രണയം. അതെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ്, പക്ഷെ അത് വീട്ടുകാരൊക്കെ അറിഞ്ഞ് അത് സ്മൂത്തായിട്ട് പോയില്ല. നമ്മളുടെ പഠിപ്പിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ 10ാം ക്ലാസ് ആയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ വീട്ടിൽ അറിഞ്ഞപ്പോൾ ഓൾറെഡി അത് ബ്ലോക്ക് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ആ കൊച്ച് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് പോയി. ആ കൊച്ചു രക്ഷപ്പെട്ടു. വിരഹമാണോ? വിരഹം അന്നുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ തേടി അങ്ങനെ പോയി. പക്ഷെ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പ്രണയം എന്ന് പറയണ ഒരു. അപ്പം എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ പാട്ട്, ഇപ്പൊ ജെഫിന് ഈ പാട്ട് പാടിയപ്പോൾ വേറൊരു പ്രണയത്തിൻ്റെ ഒരു പാട്ടുണ്ട്, കുഞ്ചഗോപൻ്റെ തന്നെ ഹിറ്റായിട്ടുള്ള ഫിലിമാണ് നിറം എന്നുള്ള ഫിലിം. അപ്പം അതിലൊരു പാട്ട് മിഴിയറിയാതെ എന്നുള്ള പാട്ട്. നല്ല പാട്ട്. നല്ല പാട്ടുകൾ. പ്രാഞ്ചി പിയാനോ വായിക്കേണ്ടതും പാടുന്നത് നീ തന്നെയാണ്. എല്ലാം നിന്നെ ഏൽപ്പിച്ചേക്കും ഇനി. ഓക്കെ, കേൾക്കാം. കൺചിമ്മിയോ നിൻജാലകം, ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ, കാതോർക്കയായി എൻ രാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും, തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ, എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നായി കാത്തോളാം. ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂ മുന്നിൽ, മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാലിൽ, കനവറിയാതെ ഏതു കിനാവു പോലെ, മനമറിയാതെ പാറിയൻ മനസരസോരം, പ്രണയനിലാക്കിളി നീ ഷഹാന പാടി, ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം, എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. പ്രാഞ്ചി അതിൽ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗംഭീര. നീ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ കുറെ നേരമായല്ലോ എല്ലാവരുടെയും കഥകളും പ്രണയ കഥകളെല്ലാം ചൂഴ്ന്ന് എടുക്കുകയാണല്ലോ. എനിക്ക് എഴുതാനല്ലേ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. അതെ, നിന്റെ ഒരെണ്ണം അങ്ങോട്ട് തുടങ്ങിക്ക് കേക്കട്ടെ. നാട്ടുകാർ മൊത്തം കേക്കട്ടെ. എനിക്ക് ഒരുപാട് കഥകളുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രേമിച്ചു തുടങ്ങുന്ന 8ാം ക്ലാസ് തൊട്ടോ. 8ൽ പ്രണയം, പിന്നെ 10ൽ ഒരെണ്ണം, പിന്നെ ഇങ്ങോട്ടേക്ക് പോന്നു. ബാക്കി എണ്ണുണ്ട്. അതായത് ഞാൻ പ്രേമിച്ച് തന്നെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ വീട്ടുകാരുടെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി അടിപൊളിയായിട്ട് വളരെ മനോഹരമായിട്ടൊരു ഇന്റർകാസ്റ്റ് മാരേജ് കോട്ടയത്ത് നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. നാട്ടുകാർ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിലൊരു കഥ പറയാം. ഓ ആയിക്കോട്ടെ. അതായത് 10ൽ പഠിക്കുന്ന 10ൽ ഞാനായിരുന്നു ഈ ക്ലാസ് ലീഡറെ.
പണ്ട് ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഈ വർത്താനം പറയുന്ന സാറില്ല സമയത്ത് വർത്താനം പറയുന്നവരുടെ പേരെഴുതണം. അപ്പോൾ അന്ന് ലീഡറിൻ്റെ പരിപാടിയാണ്, ഒരു ഡയറി കാണും, ആര് വർത്താനം പറയുന്ന അവരുടെ പേര് എഴുതണം എന്നുള്ളൊരു പരിപാടി. അങ്ങനെ ഒരിക്കലും ഞാൻ ഒരു പെൺകുട്ടിയുടെ പേരെഴുതി. ഇവള് വർത്താനം പറഞ്ഞ് തിരിഞ്ഞിരുന്ന് എന്തോ ആരുടെ വർത്താനം പറയുക ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ പേരെഴുതി. അന്ന് സാറ് വന്നിട്ട് ഇവർക്ക് അടിയും കിട്ടി. അപ്പം സാറെല്ലാം പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ നിറ കണ്ണുകളുമായിട്ട്, കണ്ണൊക്കെ ഉപ്പൻ്റെ കണ്ണ് പോലെ ഇരിക്കും, എന്നോടുള്ള കലിപ്പാണ് എഴുതിയതിന്. ഇങ്ങോട്ട് വന്നിട്ട് നീ എന്നത്തിന് എൻ്റെ പേരെഴുതിയ, ഞാൻ വർത്താനമൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പൂരടി. അങ്ങനെ ആ അടിയിൽ നിന്ന് ഭയങ്കര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. പക്ഷെ അന്നും എനിക്ക് ഈ പെൺകുട്ടിയോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഫാക്ച്വേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പ്രണയം എന്നുള്ള വാക്ക് പറയാൻ പറ്റുമോ അറിയത്തില്ല ആ കാലഘട്ടത്തിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ എന്നാണെന്നറിയോ, ഈ ഇതെല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൻ്റെ നമുക്കൊരു ഫെയർവെല്ലൊക്കെ ഉണ്ടല്ലോ, അന്ന് പറയാം കുഴപ്പമില്ല, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആണെങ്കിലും അയാൾ ഇത് കഴിഞ്ഞ് നമ്മൾ പോവാണല്ലോ, പിരിയാണല്ലോ. പക്ഷെ അന്ന് ഇതുപോലെ എനിക്ക് പറയാൻ പറ്റിയില്ല. അതിനുശേഷം കാലം കുറേ കടന്നുപോയി. ഞാൻ തിരിച്ച് +2 കഴിയുന്നു. +2 ശേഷം കോളേജിൽ എത്തുന്നു. കോളേജിലൊക്കെ എത്തി. കോളേജെല്ലാം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചത്. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോലി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സോ ഒരിക്കലും ഇതുപോലെ ഫേസ്ബുക്കിൽ തോണ്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ ഈ പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് മെസ്സഞ്ചറിൽ വന്നു. എന്റെ പൊന്നളിയാ, എന്റെ പുറകിൽ മറ്റിങ്ങനെ ഓറ വരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് നീ കുറെ പാട്ടുകളൊക്കെ കേട്ട് കാണുമല്ലോ. പിന്നെ അന്ന് ഈ പറയുന്ന പോലെ ഗുജറാത്തിൽ നിൽക്കുക, പ്രവാസം ആദ്യമായിട്ട് തുടങ്ങുന്ന കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് നാട്ടിലുള്ള പഴയ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടിയും കൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ മൊത്തം പ്രേമത്തിന്റെ പാട്ടുകളായി. അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും എന്തോ ഞങ്ങൾ സംസാരിച്ച് വന്ന വഴിക്ക് ഈ പെൺകുട്ടി ഒരു പാട്ട് പാടാന്ന് ചോദിച്ചപ്പം പാടിയൊരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. പഴയ പാട്ടാണ്, എൻ്റെ അച്ഛൻ പാടിയാണ് ഞാൻ ആദ്യം പാട്ട് കേൾക്കുന്നത്. എൻ സ്വരം പൂവിടും ഗാനമേ എന്ന് പറയുന്നത്. അത് സൂപ്പർ പാട്ടല്ല. നിങ്ങൾക്കാകട്ടെ ഞാൻ പാടാം. ഇതിൻ്റെ സംഗതികളൊന്നും നോക്കണ്ട, ഞാൻ അങ്ങ് പാടാം. ആയിക്കോട്ടെ, കേൾക്കട്ടെ. എൻ സ്വരം പൂവിടും ഗാനമേ, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, അനുപല്ലവി, സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. വിരൽ മൂന തഴുകും നവരാഗമേ, വിരൽ മൂന തഴുകും നവരാഗമേ. വരൂ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി, നീ അനുപല്ലവി. അടിപൊളി. മിഥുനളിയ ഗംഭീരം. അടിപൊളി അടിപൊളി. താങ്ക് യു. നമ്മുടെ കഥ ഫേസ്ബുക്ക് വരെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ കഥ ഫേസ്ബുക്കിൽ എത്തിയേക്കുന്നല്ലേ? പറഞ്ഞു. നീ അവിടുന്ന് വണ്ടി കിട്ടിയില്ലല്ലേ ജെഫി? ഇല്ല. ഓക്കെ, മിഥുനളിയും പറ.
കഥ എങ്ങനെയായിരുന്നു? അപ്പം ഫേസ്ബുക്കിൽ ഞങ്ങൾ വീണ്ടും ചാറ്റിംഗ് ഒക്കെ തുടങ്ങി. ഒരു സൺഡേ റൂമിൽ പാർട്ടി നടക്കുക. നടൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടിച്ച പുറത്ത് ഈ പെൺകുട്ടിയെ വിളിക്കാം. ഇപ്പോൾ ഒരു ധൈര്യമാണല്ലോ, ഇപ്പോഴും അങ്ങനെയാണല്ലോ, രണ്ടെണ്ണം അടിച്ച ധൈര്യം കിട്ടും ഒരു അപശ്രുതി എല്ലായിടത്തും ഉണ്ട്. ഞാനും വിളിച്ച് ഇതുപോലെ വർത്താനമൊക്കെ പറഞ്ഞ് ഇനി കൈവിടാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി അന്ന് പറഞ്ഞില്ല, ഇനി കൈവിടാൻ പറ്റത്തില്ല, ഞാൻ കുട്ടീനെ എനിക്കിഷ്ടമാണ്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഫോൺ കട്ടിയിട്ട് ഒറ്റപ്പോക്ക്. അവിടെ തീർന്ന് പോയി, ഇനി കിട്ടിയാലെന്ന് മനസ്സിലായി. പിറ്റേ ദിവസമായി എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ഒരു മടി, ഇതാളെങ്ങനെ എടുത്തെന്ന് അറിയത്തില്ലോ. കുറേ വർഷം കൂടി ഒരു കൂട്ടുകാരോട് മിണ്ടുന്നു. അന്ന് ഈ കാലഘട്ടം മിസ് കോളിന്റെ കാലഘട്ടമായിരുന്നല്ലോ. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, തിരിച്ച് കോളൊന്നും ഇതിനൊന്ന് ഗുജറാത്തിലും ഞാനന്ന് ഗുജറാത്തിൽ ജോലി ചെയ്യുന്നു. പുള്ളിക്കാരി അന്ന് മുംബൈയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. രണ്ടുപേരും കോളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ജോലിക്ക് കയറിയതേ ഉള്ളൂ. അങ്ങനെ എനിക്കൊരു 4-ാം പൊക്കം, 3-ാം പൊക്കം അല്ല 4-ാം പൊക്കം എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് ഭയങ്കര കലിപ്പ്. ഞാൻ എന്നാ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അങ്ങനെ തർക്കുത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നീ കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ചു, ഇതെന്നെ ഇങ്ങനെ പറയുന്നേ, താൻ എസ് എങ്കിൽ എസ് നോയെങ്കിൽ പറ, അതങ്ങ് തീർക്കാറില്ല, എന്തിന് എനിക്കിനി മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ജോലിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ. ജോലി പഠിക്കുന്ന കാലഘട്ടം. ആ ഫോൺ കട്ട് ചെയ്യുന്ന തൊട്ടുമ്പോൾ ആ കൊച്ചു പറഞ്ഞു എന്നോട്, എന്നാ ഞാൻ ഇഷ്ടം പറയുന്നേ ഇങ്ങനെ വഴക്കുണ്ടാക്കിയാന്ന് പറഞ്ഞു. പിന്നെ ആ ഡയലോഗ് ഞാൻ എപ്പോഴും മറക്കത്തില്ല. പിന്നീട് അങ്ങോട്ട് പ്രിയദർശൻ സിനിമ പോലെയായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. 4 വർഷം ഞങ്ങൾ മുംബൈയിലും, പുള്ളിക്കാരി മുംബൈയിലും, ഞാൻ ഗുജറാത്തിലുമായിട്ട് നിന്ന് നല്ല വൃത്തിയായിട്ട് പ്രണയിച്ചു. പക്ഷേ ഞങ്ങളുടെ ഇടയ്ക്കൊരു വില്ലൻ ഉണ്ടായിരുന്നു, മതം എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഇൻ്റർകാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പം ഞങ്ങൾക്കിടയിൽ ഭയങ്കര സീരിയസ് ആയത്, എങ്ങനെ നമുക്ക് കല്യാണത്തിലേക്ക് എത്തിക്കും, എങ്ങനെ നമുക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്യും. സോ അങ്ങനെ ഇരിക്കെ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെ ഞാൻ സൈറ്റിൽ നിൽക്കുമായിരുന്നു. സൈറ്റിൽ സമയത്ത് ഈ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അർജൻറ്റായിട്ട് വീട്ടിൽ നിന്ന് കോൾ വന്ന് എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ തൽക്കാലം ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, ഞാൻ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വൈകിട്ട് വിളിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് തിരിച്ച് വൈകിട്ടെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഫോൺ എടുത്തുനിന്ന് വിളിക്കാൻ നോക്കിയിട്ട് കോള് കണക്റ്റ് ആവുന്നില്ല. പിറ്റേ ദിവസം ഞാൻ വീണ്ടും രാവിലെ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോള് എടുക്കുന്നില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചു, അതുപോലെ തന്നെ റിങ് ചെയ്യുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. ടെക്സ്റ്റും ചെയ്തു, പക്ഷേ ടെക്സ്റ്റിന് പോലും മറുപടി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്ക് മിഥുൻ ലാലിന്റെ ബാക്കി കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അളിയന്റെ റേഡിയോ എന്ന ഈ പ്രോഗ്രാമിലൂടെ മിഥുന്റെ പ്രണയഗാഥ തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ടീം തട്ടുംപുറം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ട് പാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.